blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്, ഇതിൻ്റെ പിറകിലുള്ള സാമ്പത്തിക സഹായികൾ എന്നുള്ളത്, മുംബൈയിൽ നിന്ന് ജോർജ് ജോൺ ആൻഡ് മെറീന ജോൺ, അവരുടെ മകൻ ആലിൻ ജോണിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ആലിൻ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ ആലിൻ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവൻ്റെ ജീവിതത്തിൽ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത നമ്മുടെ സാമ്പത്തിക സഹായി എന്നുള്ളത് ഇൻഡോറിൽ നിന്ന് ജോൺ ജേക്കബ് ആൻഡ് സിസിലി ജോൺ. അവർ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യം അവരൊരു എപ്പിസോഡ് ഇതുപോലെ തന്നെ അതിൻ്റെ സാമ്പത്തിക സഹായിയായിട്ട് അവർ പ്രവർത്തിച്ചു. അതിനെ തുടർന്ന് അവരൊരു പ്രോപ്പർട്ടി അവർക്ക് വിൽക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ജോൺ എന്ന ഈ സഹോദരൻ്റെ ബാക്ക് പെയിനിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യത്തെ കർത്താവ് നൽകുകയും ചെയ്തു. വലിയ അത്ഭുതകരമായിട്ടുള്ള സാക്ഷ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള നന്മയായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് അവർ വീണ്ടും ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മൂത്ത മകൾ സിജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നല്ലൊരു വിവാഹം നടക്കുവാൻ, ഒരു നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ രണ്ട് വ്യക്തികളോടും അവരുടെ കുടുംബാംഗങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഡിസംബർ 30 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, മാവേലിക്കര. പുതുവത്സര ദിനത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ ദൈവിക അനുഗ്രഹത്തോടെ ആരംഭിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ക്രോസ് ഓവർ സർവീസ് 2017. ദൈവിക വാഗ്ദാനങ്ങളുമായി പുതുവർഷത്തിലേക്ക് കടക്കുവാൻ ബ്രദർ ഡാമിയൻ നൽകുന്ന അനുഗ്രഹ സന്ദേശം. ഡിസംബർ 31 ശനിയാഴ്ച രാത്രി 9:30 മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് ഈ പുതുവത്സര ആരാധനയിൽ നിങ്ങളും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 101. One touch from Jesus can heal your back. യേശുവിന്റെ ഒരൊറ്റ സ്പർശനത്തിന് നിന്റെ നടുവിനെ സൗഖ്യമാക്കുവാൻ കഴിയുന്നതാണ്. Hallelujah. Hallelujah. One touch from Jesus can heal cancer. യേശുവിന്റെ ഒരു സ്പർശനത്തിന് നിന്റെ ക്യാൻസറിനെ സൗഖ്യമാക്കുവാൻ കഴിയുന്നതാണ്. One touch from Jesus can change your mental illness. നിന്റെ മാനസികമായ പ്രശ്നത്തെ യേശുവിന്റെ ഒറ്റ സ്പർശനത്തിന് മാറ്റുവാൻ കഴിയുന്നതാണ്. How many of you believe that? എത്ര ബ്രദർ വിശ്വസിക്കുന്നുണ്ട്? One touch from Jesus can change your financial situation. യേശു ഒന്ന് തൊടുകയാണെങ്കിൽ നിന്റെ സാമ്പത്തികമായ അവസ്ഥ മാറാൻ പോവുകയാണ്. All the debts will be cancelled. എല്ലാ കടങ്ങളും അത് റദ്ദാക്കപ്പെടാൻ പോവുകയാണ്. One touch from Jesus can give you promotion in your life. യേശു നിങ്ങളെ ഒറ്റ തൊടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രൊമോഷനുകൾ വരാൻ പോകുന്നു. How many of you പോകുകയാണ്. lift up your hands and pray to Jesus, Lord, I want a touch from you. നിങ്ങൾ എത്ര പേർ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കും, യേശുവേ അങ്ങയിൽ നിന്നൊരു സ്പർശനം എനിക്ക് ആവശ്യമാണ്. Hallelujah. Hallelujah. Pray right now. ഈ സമയത്ത് തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് എല്ലാവരും I ശബ്ദം know ഉയർത്തി many of you പ്രാർത്ഥിച്ചാലും. sitting here, you have soaked your life with tears. എനിക്കറിയാം ഒത്തിരി ആളുകൾ ഇവിടെ ഇരിക്കുന്നവർ നിങ്ങളുടെ കണ്ണീരിനാൽ കുളിച്ച അതേപോലത്തെ അവസ്ഥയിൽ ഇരിക്കുകയാണ്. But Jesus can comfort you. എന്നാൽ യേശുവിനെ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ Jesus കഴിയുന്നതാണ്. can give you a renewal in your life. യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുക്കം നൽകുവാൻ കഴിയുന്നതാണ്. Hallelujah. Hallelujah. Put your hands down. നിങ്ങളുടെ കരങ്ങൾ താഴെയിട്ടാലും. So Paul is saying outwardly we are suffering a lot, but inwardly Jesus is renewing our hearts and minds. പൗലോസ് പറയുന്നു, പുറമേ ഒത്തിരി ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നേരിടുകയാണ്, പക്ഷേ അകമേ യേശു നമ്മുടെ ഉള്ളിൽ ഓരോ ദിവസവും പുതുക്കം തന്നുകൊണ്ടിരിക്കുകയാണ്. So that's how he was moving on. അതുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. Because the fueling is happening inwardly.
കാരണം അദ്ദേഹത്തിന്റെ ഇന്ധനം നിറയ്ക്കുന്നത് ഓരോ ദിവസവും അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. So he was energetically moving forward in his life and in his ministry. അദ്ദേഹം വളരെ ശക്തിയോടുകൂടെ തന്റെ ജീവിതത്തിൽ തന്റെ ശുശ്രൂഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Now verse number 17. 17ാമത്തെ വാക്യം. For our light and momentary troubles are achieving for us an eternal glory that far outweighs them all. 17ാമത്തെ ലഘുവും ക്ഷണികവുമായ ഞങ്ങളുടെ കഷ്ടതകൾ അത്യന്തം ഘനമേറിയ നിത്യ തേജസ് ഞങ്ങൾക്ക് നേടിത്തരുന്നു. There is a great truth mentioned here. ഇവിടെ വളരെ ഒരു വാസ്തവം ഇവിടെ പറയുന്നുണ്ട്. All of us are facing some trouble or other. നമ്മളെല്ലാവരും ഓരോ പ്രശ്നങ്ങൾ മറ്റൊരു പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കുകയായിരിക്കാം. But they are described as light and momentary troubles. അത് ഇവിടെ വിവരിക്കുന്നത് ഇപ്രകാരമാണ്, ലഘുവും ക്ഷണികവുമായ പ്രശ്നങ്ങളാണ്. Everybody say light and momentary troubles. എല്ലാവരും പറഞ്ഞാലും ലഘുവും ക്ഷണികവുമായ പ്രശ്നങ്ങൾ. ക്ഷണികവുമായ പ്രശ്നങ്ങൾ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ. ലഘുവും ക്ഷണികവുമായ പ്രശ്നങ്ങൾ. Many people think that when a problem comes, when a trouble comes, this is going to be with me until I die. ചില ആളുകൾ ചിന്തിക്കുന്നത്, ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർ അപ്പം തന്നെ ചിന്തിക്കുന്നത്, എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. It's not correct. അത് ഒരിക്കലും വാസ്തവമായ കാര്യമല്ല. All the problems that you face today, ഇന്ന് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, all the troubles that you are undergoing today, ഇന്ന് നിങ്ങൾ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, all the sicknesses you are suffering from today, ഇന്ന് നിങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളും, all the challenges that you are facing today, ഇന്ന് നിങ്ങൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികളും, all are temporary. അതെല്ലാം താൽക്കാലികമാണ്. It will be removed from your life. അതെല്ലാം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടാൻ പോവുകയാണ്. Sickness is not permanent. നിങ്ങളുടെ ജീവിതത്തിലുള്ള രോഗം അത് സ്ഥിരമല്ല. Your debts are not permanent. നിങ്ങളുടെ കടങ്ങൾ അത് സ്ഥിരമായ ഒന്നല്ല. Your sorrows are not permanent. നിങ്ങളുടെ ദുഃഖങ്ങൾ അത് സ്ഥിരമല്ല. Your sufferings are not permanent. നിങ്ങളുടെ പ്രയാസങ്ങൾ അത് സ്ഥിരമല്ല. They are light and momentary. അത് ലഘുവും ക്ഷണികവുമാണ്. Very soon you will come out of it. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിൽ നിന്ന് വെളിയിൽ വരാൻ പോവുകയാണ്. Sometimes when we travel along the road, ചില സമയങ്ങളിൽ ഞങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ, in a car or in a bus or in a train, കാറിലോ ബസ്സിലോ ട്രെയിനിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, everything is okay, but suddenly the train or car is entering into a tunnel. എല്ലാം വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ കാറ് അല്ലെങ്കിൽ ആ ട്രെയിൻ ഒരു ടണലിന്റെ അകത്തോടെ കടന്നു പോവുകയാണ്. Because they have made the railway tracks or this road through a mountain. കാരണം അവർ റോഡോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കോ ഒരു മലയുടെ അടിവാരത്തിലൂടെ അത് തുളച്ചിട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. And when the vehicle is entering the tunnel, suddenly there is darkness everywhere. ആ വാഹനം ആ ടണലിന്റെ അകത്തേക്ക് കടക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഇരുട്ട് നമ്മളെ വന്ന് മൂടുകയാണ്. Many people are afraid of that. പെട്ടെന്ന് അത് ഓർത്ത് വളരെ ആളുകളും പേടിക്കാറുണ്ട്. But after 3 minutes, 4 minutes, 5 minutes, it will come out of the tunnel. 3 മിനിറ്റിന് 4 മിനിറ്റിന് 5 മിനിറ്റ് ശേഷം ആ വാഹനം ആ ടണലിന്റെ അകത്ത് നിന്ന് വെളിയിൽ വരികയാണ്. How many of you have traveled like that? അങ്ങനെ യാത്ര ചെയ്ത് എത്ര പേരുണ്ട്? In a train or in a bus or in a car. അങ്ങനെ കാറിലോ ട്രെയിനിലോ ബസ്സിലൂടെ യാത്ര ചെയ്ത് എത്ര പേരുണ്ട്? Within a few minutes you are out of the situation. വളരെ പെട്ടെന്ന് തന്നെ ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ അതിനകത്ത് നിന്ന് വെളിയിൽ വരികയാണ്. Today the Holy Spirit is speaking to you. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. Maybe your life is going through a tunnel like experience now. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു ടണൽ എന്ന് പറയുന്ന അതുപോലത്തെ അനുഭവത്തിലൂടെ കടന്നു പോവുകയായിരിക്കാം. But that is temporary. അത് താൽക്കാലികം മാത്രമാണ്. You will never be inside the tunnel forever. നിങ്ങൾ എന്നും എന്നേക്കുമായി ഈ ടണലിന്റെ അകത്ത്
അതിനകത്ത് നിങ്ങൾ അകപ്പെടുകയില്ല. You will come out of the tunnel experience. നിങ്ങൾ ആ ടണലിന്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ വെളിയിൽ വരാൻ പോവുകയാണ്. Shout a big hallelujah. കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ കർത്താവിന് കൊടുത്താലും, Let's clap and praise God. കൈകൾ അടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാലും, Shout hallelujah to the Lord. ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാലും, Louder hallelujah to ശബ്ദം the ഉയർത്തി Lord. ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാലും. So all of us should know that all these troubles are light and momentary. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വാസ്തവം ഇതാണ്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ലഘുവും ക്ഷണികവുമാണ്. Hallelujah. ഹല്ലേലൂയ. They are not permanent. അത് സ്ഥിരമായ കാര്യമല്ല. One day you are going to gloriously come out of this. നിങ്ങൾ ഒരു ദിവസം ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം വളരെ രീതിയിൽ, നല്ല രീതിയിൽ നിങ്ങൾ അതിൽ നിന്ന് വെളിയിൽ വരാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. And not only that, our light and momentary troubles are achieving for us an eternal glory that far outweighs them all. അത് മാത്രമല്ല, ഇങ്ങനെ ലഘുവും ക്ഷണികമായ നമ്മുടെ ജീവിതത്തിലുള്ള കഷ്ടതകൾ, നമ്മുടെ നിത്യ തേജസ്, അത് ഭാവിയിൽ നമുക്ക് നേടിത്തരുന്ന കാര്യങ്ങളാണ്. In other words, when we pass through these troubles, something the Lord is doing inwardly and spiritually. നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മുടെ ആന്തരികമായി, നമ്മുടെ ആത്മാവിന്റെ അകത്ത് ചിലത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Something is happening inside of us. നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. God is building our inner personality. ദൈവം നമ്മുടെ ആന്തരികമായ വ്യക്തിത്വത്തെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. Shout hallelujah. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. So when we pass through such situations, we are strengthened emotionally and mentally. നമ്മൾ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മാനസികമായും വൈകാരികമായ മേഖലയിലും നമ്മൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. Say hallelujah. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാലും. So even when we pass through such bad negative situations, God is organizing it for our good. അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ദൈവം അതിനെ നമ്മുടെ ജീവിതത്തിൽ ചില നന്മകൾ വരുന്നതിന് വേണ്ടി അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. That's what Romans 8 and verse number 28 says. അതാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. In all these things, God is working everything for our good. ഇങ്ങനെയുള്ള എല്ലാ സന്ദർഭത്തിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് നല്ലതിലേക്ക് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Now in the next verse, verse number 18, Paul is sharing his wisdom with us. ഇവിടെ 18-ാമത്തെ വാക്യത്തിൽ ഇവിടെ പൗലോസ് തന്റെ പരിജ്ഞാനത്തെ, തന്റെ ജ്ഞാനത്തെ നമ്മളോട് അദ്ദേഹം പങ്കുവെക്കുകയാണ്. So we fix our eyes not on what is seen, but on what is unseen. Since what is seen is temporary, what is unseen is eternal. അതുകൊണ്ട് കാണുന്നതിനെയല്ല, കാണാത്തതിനെ തന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. Whatever you see today around us, around you, is temporary. നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് താൽക്കാലികമായ കാര്യങ്ങളാണ്. What is seen is temporary, what is unseen, that is spiritual, is eternal. നമ്മൾ കാണാത്ത കാര്യങ്ങൾ, അതായത് ആത്മീകമായ കാര്യങ്ങൾ, അത് നിത്യമായ മാറ്റമില്ലാത്ത കാര്യങ്ങളാണ്. Lift your hands and say hallelujah. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാലും, Move your hands and shout hallelujah. കൈകൾ വീശിക്കൊണ്ട് ചലിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാലും, And praise Jesus. യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങിയാലും, Hallelujah. ഹല്ലേലൂയ. So when God calls us to live for Him, ദൈവം നമ്മളെ തനിക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടി താൻ വിളിക്കുമ്പോൾ well in advance He is giving us some promises. അതിന് മുന്നമേ തന്നെ ദൈവം നമുക്ക് ചില വാഗ്ദത്തങ്ങൾ നൽകുകയാണ്. Always remember one thing, you may face many troubles, but always remember I am going to renew your life every day. ദൈവം പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും, എന്നാൽ ഓരോ ദിവസവും ആ പ്രശ്നങ്ങളെ നേടുന്നതിന് വേണ്ടിയുള്ള ശക്തിയും പുതുക്കവും ഞാൻ നൽകാൻ പോവുകയാണ്. God promises one thing to all of us. ദൈവം നമുക്ക് എല്ലാവർക്കും തന്ന ഒരു പൊതുവായിട്ടുള്ള വാഗ്ദാനം ഇതാണ്. Nobody has to suffer anything alone. നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് എല്ലാം നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ട ആവശ്യമില്ല. God says, I will come with you. ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ പോവുകയാണ്. ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്.
Matthew chapter 28 verse number 20 says, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യം I പറയുന്നു, am with you to the end of this age. അവിടെ പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഈ ലോകാവസാനം വരെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് യേശു പറയുകയാണ്. Every calendar day I am there with you, Jesus. കലണ്ടറുള്ള എല്ലാ ദിവസവും നിങ്ങളോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് യേശു പറയുകയാണ്. And wherever you travel to, I am there with you. നിങ്ങൾ എങ്ങോട്ടൊക്കെ യാത്ര തിരിക്കുന്നോ അവിടെയെല്ലാം ഞാൻ വരാൻ പോവുകയാണ്. You don't need to face this life alone. നിങ്ങൾ ഈ ലോകത്തിൽ ഇത് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട കാര്യമില്ല. Jesus came into this world 2000 years ago and he lived a human life and he knows what human life is. 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി യേശു കർത്താവ് വന്ന് താൻ ഈ ലോകത്ത് ഒരു മനുഷ്യൻ നേരിടേണ്ടത് എല്ലാം അനുഭവിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നം എന്തെന്ന് യേശു കർത്താവിന് വ്യക്തമായി അറിയാം. He went through all the spectrum of human life. മനുഷ്യന്റെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലൂടെയും അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. So he can sympathize with us. അതുകൊണ്ട് നമ്മളോട് അനുകമ്പ കാണിക്കുവാൻ യേശുവിന് He can കഴിയുന്നതാണ്. come to our life in any phase of life. നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും കടന്നു വരുവാൻ യേശു കർത്താവിന് And കഴിയുന്നതാണ്. not only that, he will come with us, stand with us, live with us, share with us. അത് മാത്രമല്ല, യേശു കർത്താവ് നമ്മളോട് ഒപ്പം വന്ന് നിൽക്കും, നമ്മുടെ ഒപ്പം ജീവിക്കും. അത് മാത്രമല്ല, നമുക്ക് ആവശ്യമായതെല്ലാം താൻ പങ്കുവെക്കുക കൂടെ ചെയ്യും. യേശുവിനോട് കൂടെ ആരംഭിക്കുന്ന ഓരോ ദിവസവും ഓരോ വർഷവും മറ്റേതൊരു വർഷത്തേക്കാളും അനുഗ്രഹത്തിന്റെയും പ്രത്യാശയുടെയും വർഷമായിരിക്കും. 2017 ആദ്യ ആഴ്ചയിൽ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ജനുവരി 2 മുതൽ 8 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച്. സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 8:30 വരെ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 101. എൻ്റെ മകളുടെ ജീവിതത്തിൽ യേശു ചെയ്ത ഒരു സാക്ഷ്യവുമായിട്ടാണ് താനിവിടെ നിൽക്കുന്നത്. ഈ ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: 2014 ഫെബ്രുവരി മാസത്തിൽ തൻ്റെ മകൾക്ക് പെട്ടെന്ന് വയറിനകത്ത് അതിശക്തമായൊരു വേദന വന്നു. Okay. ഈ വേദന നിമിത്തം പിറ്റേ ദിവസം ഇവർ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് നടത്തിയപ്പോഴാണ് അറിയുന്നത് ആംബ്ലിക്കൽ ഹെർണിയ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അത് ഏതാണ്ട് അതൊരു മുഴയായി മാറി, തന്നെയല്ല അത് ഉള്ളിൽ പൊട്ടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു സർജറി നടത്തണം എന്ന് അവിടുത്തെ ഡോക്ടർ തന്നോട് പറഞ്ഞു. പക്ഷെ താൻ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്നൊരു വ്യക്തിയായിരുന്നു. Okay. പിറ്റേ ദിവസത്തേക്ക് സർജറി ഫിക്സ് ചെയ്തു. പിറ്റേ ദിവസം 2 മണിക്കാണ് സർജറിക്ക് വേണ്ടി ടൈം ഫിക്സ് ചെയ്തിരുന്നത്. താൻ പക്ഷേ അന്ന് രാവിലെ സർജറിക്ക് വേണ്ടി പോകുന്നതിന് മുൻപ് ബ്ലെസ്സിംഗ് ടുഡേ കോൾ സെൻറ്ററിലേക്ക് വിളിച്ചു. കോൾ സെൻറ്ററിൽ വിളിച്ച് ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ ഒരു ലേഡിയാണ്, ഒരു സഹോദരിയാണ് ഈ ഫോൺ എടുത്തത്. സഹോദരി പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു, ഉടൻ തന്നെ ഓപ്പറേഷന് വേണ്ടി പോകരുത്, സാധിക്കുമെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവർ അതിരാവിലെ തന്നെ അല്പം കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഇവർ പോയി. അപ്പോൾ ആ തലേദിവസത്തെ റിപ്പോർട്ടുകളെല്ലാം ഈ സഹോദരിയുടെ കയ്യിലുണ്ടായിരുന്നു. അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹവും ഈ വേണ്ട ചെക്കപ്പുകളെല്ലാം നടത്തി. സോണോഗ്രാഫി എന്ന് പറഞ്ഞൊരു ചെക്കപ്പ് ഉണ്ട്, അത് നടത്തി. ഡോക്ടർ 3 തവണ ചെക്കപ്പ് നടത്തിയിട്ടും ഇങ്ങനെ ഒരു അസുഖം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവിടെ അങ്ങനെ ഒരു അസുഖമേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സർജറി നടന്നില്ല. തന്നെയല്ല, ഇത്രയും ദിവസങ്ങളായി തനിക്ക് സാക്ഷ്യം പറയാനായിട്ട് വരാൻ സാധിച്ചില്ല എന്നാണ് പറയണത്. കഴിഞ്ഞ ഇവിടെ നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഈ സഹോദരി വന്നിരുന്നു, സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിരുന്നു ഇത് പറയാനായിട്ട്. അന്ന് ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം ഇവിടെ പറയാനെന്ന് തനിക്ക് അറിയത്തില്ലായിരുന്നു. തന്നെയല്ല, ഒത്തിരി ദൂരത്തു നിന്നാണ് താൻ വരുന്നത്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ തിരികെ പോകേണ്ടി വന്നു. സഹോദരി പറഞ്ഞത് അന്ന് മുതൽ തൻ്റെ മകൾക്ക് അങ്ങനെ ഒരു അസുഖം അവിടെ ഇല്ല. തന്നെയല്ല, അന്നത്തെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു ഈ മോള് വിവാഹിതയായാൽ പ്രഗ്നൻ്റ് ആവാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഈ മോളുടെ വിവാഹവും കഴിഞ്ഞു. ഒരു കുഞ്ഞുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നല്ലൊരു ജീവിതം താൻ നയിക്കുന്നു എന്നാണ് ഈ സഹോദരി പറഞ്ഞത്.
നന്നായി കൈകൾ അടിച്ച യേശുവിന് നന്ദി പറയാം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ആദ്യത്തെ ടെസ്റ്റിൽ ഇതെല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. 4 mm ഉണ്ടായിരുന്നു, ഇത്രയുള്ള നെല്ലിക്ക വലിപ്പത്തിൽ പൊട്ടായി അകത്ത് ഉണ്ടായിരുന്നു. ഫോണോഗ്രാഫി ചെയ്തപ്പോഴത്തേന്. ഓക്കെ, ആദ്യത്തെ പ്രാവശ്യം ചെയ്തു. മാത്രമല്ല അത് ഫീൽ ചെയ്യാമായിരുന്നു. ഭയങ്കര ഓപ്പൺ ആയി, ജസ്റ്റ് ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, അംബ്ലിക്കൽ ഹെർണിയ വന്ന് അത് അകത്ത് പൊട്ടി പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥാനത്താണ് പ്രയർ കോൾ സെൻറ്ററിൽ വിളിച്ചു, പ്രാർത്ഥിച്ചു, കർത്താവ് ഇടപെട്ടു. കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഇതൊന്നിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. 2:30 ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പിറ്റേ ദിവസം 2:30 മണിക്ക് ഓപ്പറേഷൻ ചെയ്യണം. 7 മണിക്ക് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ വിളിച്ചു. അന്ന് അങ്ങോട്ട് വിളിച്ച സിസ്റ്റർ പറഞ്ഞു 7 മണിക്ക് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടു. ഫ്രൈഡേ 4-ാം തീയതി 14th ഫെബ്രുവരി. ഓക്കെ, അതിനുശേഷമാണ് അങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ആ ഒരു ഡിലേ വന്നില്ലായിരുന്നെങ്കിൽ നേരെ പോയി സർജറി നടന്നേനെ. പക്ഷെ അതിനുള്ളിൽ കർത്താവ് സൗഖ്യം കൊടുത്തു. ഞാൻ സാധാരണ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രൈസ്റ്റ് ഈസ് ദ ബെസ്റ്റ് ക്രൈസിസ് മാനേജർ. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ക്രൈസിസ് വരുമ്പോൾ ഏറ്റവും നല്ലത് എന്താ? കർത്താവിനോട് പറയുക. യേശു കർത്താവിന് അതിൽ നിന്നൊക്കെ എത്രയോ പേരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവ് ഈ അമ്മയോട് ചേർന്ന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കൈകൾ ഉയർത്തിയിരിക്കുന്നവരുടെ ജീവിതത്തിലും മഹാത്ഭുതങ്ങൾ കർത്താവ് ചെയ്യണമേ. ഈ മിറക്കിൾസ് ടുഡേയിലൂടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നവർ, let them receive a miracle in the name of Jesus. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. In Jesus name. Amen. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഡിസംബർ 30 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, മാവേലിക്കര. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. നമ്മൾ ഒരുമിച്ച് ചേർന്ന് വിശ്വാസത്തോടെ വീണ്ടും ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളും ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും, ചില ക്യാൻസറുകൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ കർത്താവെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പിലെപ്സി ഈ സമയത്ത്, അപസ്മാര രോഗം ഈ സമയത്ത്, ചുഴലിയുടെ അസുഖം സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുന്ന ചില അസുഖങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ കർത്താവെ. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് യേശുവിൻ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ കർത്താവ്. ബ്ലഡ് പ്രഷർ അത് ലോ ആവാം, ഹൈ ആവാം, ഏതാണെങ്കിലും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അത് സാധാരണ നിലയിൽ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. വല്ലാതെ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമുള്ള ചില വ്യക്തികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽമുട്ടുകൾക്കകത്ത് വല്ലാത്ത വേദന അനുഭവിക്കുന്ന, അതുപോലെ തന്നെ ഒരുപക്ഷെ ഡോക്ടേഴ്സ് ഫ്ലൂയിഡ് കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞു കാണും. അത്തരത്തിലുള്ള ചില വ്യക്തികൾ ഈ സമയത്ത് ആ കാൽമുട്ടുകൾ സൗഖ്യമാവുകയാണ്. യേശുവിൻ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അസ്ഥികൾ ഒടിഞ്ഞുപോയ ചില വ്യക്തികൾ, അതൊക്കെ കൂടിച്ചേരുന്നതായിട്ട് കർത്താവ് പറയുന്നു. യേശുവിൻ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. വല്ലാത്ത മോണയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾ, ഒരുപക്ഷെ വല്ലാത്ത വായ്നാറ്റം ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. യേശുവിൻ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ കർത്താവ്. ഏത് രോഗമാണെങ്കിലും ഇപ്പോൾ വിശ്വാസത്തോടുകൂടെ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിയാലും കർത്താവ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവേ.
അത്ഭുതകരമായ സൗഖ്യം, അതിശയകരമായ സൗഖ്യം കർത്താവ് കൊടുത്തതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന മാവേലിക്കരയിലാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. നാളെ നമുക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഇല്ല, പക്ഷെ നാളെ വൈകിട്ട് രാത്രി നമ്മുടെ ക്രോസ് ഓവർ സർവീസ് 2017 നടക്കാനായിട്ട് പോകുന്നു. കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ മാത്രമല്ല, എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററിലും ഞങ്ങൾ പ്രത്യേകമായ പ്രാർത്ഥന അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററിലേക്കും ലൈവ് ടെലികാസ്റ്റിലൂടെ ബ്രദർ ഡാമിൻ്റെ പുതുവത്സര സന്ദേശം തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അന്നത്തെ ദിവസം ആരാധനയോടുകൂടെ നിങ്ങൾക്കൊരു പുതിയ സംവത്സരത്തിലേക്ക്, ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. വരുന്ന എല്ലാവർക്കും വാഗ്ദാന വചനങ്ങളുടെ പ്രത്യേകമായ സ്ലിപ്പുകൾ ഞങ്ങൾ നൽകുന്നതാണ്. ആ ഒരു വർഷത്തിൽ ദൈവം നിങ്ങളെക്കുറിച്ച് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം എന്താണ്, അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ദയവായി അവിടെ എത്തിച്ചേരുക. അപ്പോൾ തന്നെ ദ ഹിസ്റ്ററി മേക്കേഴ്സ് മറ്റ് പല വിഭാഗക്കാരും നടത്തുന്ന പല പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വന്നു ചേരുന്ന എല്ലാവർക്കും വേണ്ടി ആ ഒരു വർഷം മുഴുവൻ അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ, പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുള്ള പ്രത്യേക കൃപ ലഭിക്കുവാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള വ്യക്തിപരമായ പ്രാർത്ഥന എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററിലും ഞങ്ങൾ ശുശ്രൂഷകരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടെങ്കിലും വീട്ടിൽ കിടന്ന് ഉറങ്ങരുത്. അന്ന് രാത്രിയിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക, ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് വരിക. സാധിക്കുമെങ്കിൽ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ തന്നെ വന്ന് ചേരുക. വലിയ അനുഗ്രഹങ്ങൾ, കുത്തി നിറച്ച അനുഗ്രഹങ്ങളുമായി അടുത്തൊരു വർഷത്തിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കും. ഞാനത് ഓർക്കുമ്പോൾ വളരെ ആകാംക്ഷഭരിതയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത വർഷത്തിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അടുത്ത വർഷത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Lord, I want more of your spirit, more of your power.